ഇറാനും തമ്മിലുള്ള യുദ്ധം പല ദിവസങ്ങളിലായി വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. മിസൈൽ ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും മാത്രമല്ല, അതിനിടയിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള പുതിയ തർക്കങ്ങൾക്ക് കാരണമാവുകയാണ്. അതിനിടെയാണ് 3 ഇറാനിയൻ യുദ്ധവിമാന പൈലറ്റുമാരെ ഖത്തർ പിടികൂടി തടവിൽ വെച്ചിരിക്കുകയാണെന്ന് ഇറാന്റെ ആരോപണം പുറത്തുവരുന്നത്. എന്നാൽ ഈ ആരോപണം ഖത്തർ പൂർണ്ണമായി നിഷേധിച്ചു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ നടന്ന ഒരു സൈനിക നടപടിക്കിടെയാണ് സംഭവം നടന്നതെന്നാണ് ഇറാന്റെ വാദം. ആ സമയത്ത് ഒരു ഇറാനിയൻ യുദ്ധവിമാനം തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റുമാരിൽ 3 പേരെ ഖത്തർ പിടികൂടിയെന്നും ഇവരെ 6 മാസമായി തടവിൽ വെച്ചിരിക്കുകയാണെന്നും ഇറാൻ പറയുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇറാൻ റെഡ് ക്രോസ് മേധാവിക്ക് കത്തയച്ചു. ഇറാൻ ബ്രിഗേഡിയർ ആണ് കത്തയച്ചത്. ജവാദ് സാലാഹി, അബ്ദുൾ മജീദ് ദഷ്തിയാൻ, ഇമ്രാൻ ബ്രഗോഷിയാൻ എന്നീ 3 പൈലറ്റുമാരാണ് ഖത്തറിന്റെ കസ്റ്റഡിയിലുള്ളതെന്നാണ് ഇറാൻ പറയുന്നത്. ഇവരെ ഉടൻ കണ്ടെത്തി മോചിപ്പിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. യുദ്ധത്തിനിടെ കാണാതായ സൈനികരുടെ കാര്യത്തിൽ കുടുംബങ്ങൾക്കും വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 പൈലറ്റുമാരുടെ കാര്യത്തിലും വ്യക്തത വേണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. അതേസമയം ഇതേ സംഭവത്തിൽ മറ്റൊരു പൈലറ്റിന് ജീവൻ നഷ്ടപ്പെട്ടതായും ഇറാൻ പറയുന്നു. മാർച്ച് 2-ന് നടന്ന അതേ സൈനിക നടപടിക്കിടെയാണ് ഈ പൈലറ്റ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. അദ്ദേഹത്തിന്റെ മൃതദേഹം ഖത്തർ ഇറാന് കൈമാറിയെന്നും ഇറാന്റെ കത്തിൽ പറയുന്നു. എന്നാൽ ഇറാന്റെ ഈ വാദം ഖത്തർ തള്ളി. പൈലറ്റുമാരെ പിടികൂടിയെന്ന വാർത്തയിൽ അത്ഭുതമുണ്ടോ എന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നും ഖത്തർ പറഞ്ഞു. ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രതികരിച്ചത്. ഇറാനിയൻ പൈലറ്റുമാരെ കസ്റ്റഡിയിലെടുത്തെന്ന വാദം ശക്തമായി നിഷേധിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ മേഖലയിലെ സംഘർഷം കുറയ്ക്കാൻ നയതന്ത്ര ചർച്ചകളും മറ്റ് ശ്രമങ്ങളും നടക്കുകയാണ്. അത്തരമൊരു സമയത്ത് ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന വാദങ്ങൾ പുറത്തുവരുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഖത്തർ പറയുന്ന കഥ കുറച്ച് വ്യത്യസ്തമാണ്. ഖത്തറിന്റെ വ്യോമാതിർത്തി ലംഘിച്ച് ചില വിമാനങ്ങൾ എത്തിയപ്പോൾ അവയിലെ പൈലറ്റുമാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്നാണ് ഖത്തറിന്റെ വിശദീകരണം. എന്നാൽ അവരിൽ നിന്ന് മറുപടി ലഭിച്ചില്ല. അതിനെ തുടർന്ന് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നുവെന്നും ഖത്തർ പറയുന്നു. അന്താരാഷ്ട്ര നിയമം അനുവദിക്കുന്ന പരിധിയിൽ രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചതെന്നും ഖത്തർ വ്യക്തമാക്കി. ഇക്കാര്യം അന്ന് തന്നെ ഔദ്യോഗിക വഴിയിലൂടെ ഇറാനെ അറിയിച്ചിരുന്നുവെന്നും ഖത്തർ പറയുന്നു. ഇവിടെയാണ് ഇപ്പോഴത്തെ തർക്കം കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഇറാൻ പറയുന്നത് 3 പൈലറ്റുമാരെ ഖത്തർ പിടികൂടി എന്നതാണ്. എന്നാൽ ഖത്തർ പറയുന്നത് അത്തരത്തിലൊരു പൈലറ്റിനെയും തടവിൽ വെച്ചിട്ടില്ല എന്നതാണ്. അതേസമയം വിമാനാപകടത്തിൽ മരിച്ച ഒരു പൈലറ്റിന്റെ മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഖത്തർ ഇറാനുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും ഖത്തർ വ്യക്തമാക്കി. തിരച്ചിലും രക്ഷാപ്രവർത്തനം സംബന്ധിച്ച വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ഇറാനിൽ നിന്നുള്ള ഒരു സംഘത്തെ ഖത്തറിലേക്ക് വരാനും ക്ഷണിച്ചിരുന്നു. ഏപ്രിൽ മാസത്തിലാണ് ഈ ക്ഷണം നൽകിയതെന്നാണ് ഖത്തർ പറയുന്നത്. എന്നാൽ ഇതുവരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ആ ക്ഷണത്തിന് മറുപടി ലഭിച്ചിട്ടില്ല എന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ പറയുന്ന വിവരമനുസരിച്ച് ഖത്തറിലെ ഒരു സൈനിക താവളത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു സൈനിക നടപടിക്കിടെയാണ് സംഭവമുണ്ടായത്. ആക്രമണത്തിന്റെ ചില വിമാനങ്ങളിൽ നിന്ന് പൈലറ്റുമാർ പാരച്യൂട്ട് ഉപയോഗിച്ച് താഴത്തേക്ക് ചാടുകയായിരുന്നു. അവരെയാണ് ഖത്തർ പിടികൂടിയതെന്നാണ് ഇറാന്റെ വാദം. ഇതോടെ സംഭവം വെറുമൊരു വിമാന അപകടത്തിന്റെ കഥയായി മാത്രം നിലനിൽക്കുന്നില്ല. 2 രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ തർക്കമായി ഇത് മാറുകയാണ്. ഒരു ഭാഗത്ത് 3 സൈനികരെ കണ്ടെത്തണമെന്നാണ് ഇറാന്റെ ആവശ്യം. അവരുടെ കുടുംബങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള കാത്തിരിപ്പുണ്ട്. മറുവശത്ത് തങ്ങൾ ആരെയും തടവിൽ വെച്ചിട്ടില്ല എന്ന് ഖത്തർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 പൈലറ്റുമാർ ഇപ്പോൾ എവിടെയാണെന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. യുദ്ധകാലത്ത് ഇത്തരം സംഭവങ്ങളിൽ ശരിയായ വിവരം പുറത്തുവരാൻ പലപ്പോഴും സമയമെടുക്കാറുണ്ട്. രാജ്യങ്ങൾ സ്വന്തം ഭാഗത്തെ വിവരങ്ങളാണ് ആദ്യം പുറത്തുവിടുക. ആയതിനാൽ അവരുടെ വാദമാണ് ശരിയെന്ന് ഉറപ്പാക്കാൻ കൂടുതൽ തെളിവുകളും ഔദ്യോഗിക വിവരങ്ങളും ആവശ്യമാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇറാനും ഖത്തറും തമ്മിൽ വ്യത്യസ്തമായ നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. റെഡ് ക്രോസ് വഴി പൈലറ്റുമാരെ കണ്ടെത്താനും മോചിപ്പിക്കാനുമാണ് ഇറാൻ ശ്രമിക്കുന്നത്. അതേസമയം തങ്ങൾ ആരെയും പിടികൂടിയിട്ടില്ല എന്ന നിലപാടിൽ ഖത്തർ ഉറച്ചു നിൽക്കുന്നു. യുദ്ധം തുടരുമ്പോൾ ഇനിയും പല വിവരങ്ങളും പുറത്തുവരാൻ സാധ്യതയുണ്ട്. 3 പൈലറ്റുമാരുടെ കാര്യത്തിൽ ഒടുവിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുമോ എന്നതാണ് ഇനി കാത്തിരിക്കുന്നു കാണേണ്ടത്. അതുവരെ ഇറാന്റെ ആരോപണവും ഖത്തറിന്റെ മറുപടിയും തമ്മിലുള്ള ഈ തർക്കം പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ മറ്റൊരു പ്രധാന വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.